എന്നെ ചേർത്ത് പിടിക്കാൻ ആരുമില്ല. എന്നെ മനസ്സിലാക്കാൻ ഒരു മനുഷ്യനും കഴിയുന്നില്ല. എൻ്റെ ചുറ്റുമുള്ള ആളുകളെല്ലാം എന്നെ വല്ലാതെ കുറ്റപ്പെടുത്തുകയാണ്. എപ്പോഴും ഒരു ഒറ്റപ്പെടലുകളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഞാൻ ഒറ്റപ്പെട്ട് 10 പേരുടെ മുമ്പിൽ തകർന്നവളായി ജീവിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. എന്നാൽ ഞാൻ ആർക്കും ഒരു വേദനയായിട്ടില്ല. ഞാൻ എല്ലാവരുടെയും കാര്യങ്ങൾക്ക് വേണ്ടി മുന്നിലിറങ്ങിയിട്ടുണ്ട്. എൻ്റെ സ്വന്തം കാര്യങ്ങൾ പോലും ഞാൻ മാറ്റി വച്ചിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് ഞാൻ ഒത്തിരി പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും എൻ്റെ ഒരു വിഷയം വന്നപ്പോൾ എൻ്റെ സാഹചര്യങ്ങളിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നുവോ എന്നൊരു ചിന്ത എന്നെ ഭരിക്കുന്നു. ഇങ്ങനെ വ്യാകുലപ്പെടുന്ന ഒരു കൂട്ടം ആളുകളോടാണ് ഇന്ന് രാവിലെ ദൈവാത്മാവ് സംസാരിക്കുന്നത്. എനിക്ക് ആരുമില്ല. പല പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കുവാനായി പറയുമ്പോൾ എന്നോട് പറയുന്ന ഒരു പദമാണ്, അല്ലെങ്കിൽ അവരറിയാതെ അവരുടെ അധരത്തിൽ നിന്ന് പുറത്തു വരുന്ന ഒരു ശബ്ദമാണ്, എനിക്ക് ആരുമില്ല. ഈ ഒരു ചിന്ത, ഈ ഒരു ബോധം മനുഷ്യൻ്റെ ഹൃദയത്തിൽ കയറിയിട്ട് അസ്വസ്ഥത അനുഭവിക്കുന്ന, ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന, സമൂഹത്തിലും പള്ളിയിലും വീട്ടിലും എന്തിനേറെ സ്വന്തം കുടുംബത്തിൽ പോലും അവഗണന അനുഭവിക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങളോടുള്ള ദൈവിക സന്ദേശവും ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ, എനിക്കാരുമില്ലെന്ന് ചിന്തിക്കുന്നവർക്കുള്ളതായ ഒരു ബൈബിൾ സന്ദേശമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. ഒരിക്കലും നിങ്ങൾ ഒറ്റപ്പെട്ടവരല്ല. നിങ്ങളുടെ തോന്നലാണ്. ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിച്ച ആളുകൾ നിങ്ങളെ കണ്ടപ്പോൾ മിണ്ടിക്കാണത്തില്ല, ചിരിച്ചു കാണത്തില്ല. നിങ്ങൾക്കൊരാവശ്യം വന്നപ്പോൾ, നീ ഇന്ന് രോഗിയായി കിടന്നപ്പോൾ, ചില പ്രയാസത്തിൽ കൂടെ കടന്നുപോയപ്പോൾ അവർ നിന്നെ മൈൻഡ് ചെയ്ത് കാണത്തില്ല. പകരം നിന്നെ ആശ്വസിപ്പിക്കേണ്ടതിന് പകരം നിങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടാകാം. അങ്ങനെയുള്ള അവഗണനകൾ അനുഭവിച്ചാകാം നിങ്ങൾ പറയുന്നത്, എനിക്ക് ആരും ഇല്ല എന്ന്. പ്രിയരെ, ആരുമില്ലെങ്കിൽ കർത്താവ് തുണയെന്നാണ് വേദപുസ്തകത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. ആരാരുമില്ലാത്തവർക്കാണ് ദൈവം കൂടെയുള്ളത്. അപ്പൻ ഉപേക്ഷിക്കും കേട്ടോ, അമ്മ മറന്നു കളയും, സഹോദരങ്ങൾ വെറുക്കും, കൂട്ടുകാർ ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോകും. പക്ഷേ ആരുമില്ലാത്തവർക്ക് ദൈവം തുണയായി നിന്ന് ഓരോ ദിവസവും ഭദ്രമായി സൂക്ഷിക്കുന്ന ആ കരുതലും വിശ്വസ്തതയും തിരിച്ചറിയുവാൻ ദൈവം നമുക്ക് ഇടയാക്കി തരും. ഈ വേദപുസ്തകത്തിനകത്ത് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലക്കുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരും ഇല്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഏതാണ്ട് 38 സംവത്സരം കുളക്കരയിൽ കിടക്കുക. ഈ കുളക്കരയിൽ ഒരു പ്രത്യേകതയുണ്ട്. പല നിലയിലുള്ള വ്യാധിക്കാർ അവിടെ കിടപ്പുണ്ട്. 5 മണ്ഡപം ഉണ്ടെന്നാണ് ബൈബിളിൽ വായിക്കുന്നത്. ഓരോ മണ്ഡപത്തിലും ഓരോ വ്യാധിക്കാരാണ്. തളർവാദക്കാരുണ്ട്, കുഷ്ഠരോഗികളുണ്ട്, രക്തസ്രാവക്കാർ കാണും. അങ്ങനെ പലരും പല പല രോഗങ്ങളുള്ളവരാണ് അവിടെ കിടക്കുന്നത്. എന്നാൽ അവിടുത്തെ ഒരു പഠിപ്പിക്കലും ചിന്തയും വിശ്വാസവും, ഒരു ദൂതൻ വന്ന് കുളം കലക്കും. വെള്ളത്തിൻ്റെ കലക്കലുണ്ടാക്കിയ ദൂതൻ ഇറങ്ങിപ്പോകും. ആ സമയം ആ വെള്ളത്തിൽ, ആ കലങ്ങുന്ന ആ വെള്ളത്തിൽ ആദ്യം ചെന്ന് വീഴുന്ന ആരാണോ, ചാടുന്ന ആരാണോ, ആ വെള്ളത്തിൽ ആദ്യം ചെന്ന് തൊടുന്ന ആരാണോ, കുളിക്കുന്നത് ആരാണോ, അവൻ സൗഖ്യമാവും. ഏത് വ്യാധിക്കാരനും സൗഖ്യമാവും, ഏത് രോഗവും മാറും. ഇങ്ങനെ പ്രതീക്ഷയോടെ 38 വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഇന്നത്തെ കഥാപാത്രം. അദ്ദേഹം പറയുക, എനിക്ക് ആരും ഇല്ല. അദ്ദേഹത്തിൻ്റെ ആ ചരിത്രം വേദപുസ്തകത്തിൽ തന്നെ പഠിക്കുമ്പോൾ താൻ അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് 38 വർഷമായി. താനൊരു തളർവാദ രോഗിയാണ്. തന്നെ എടുത്തു കൊണ്ടുപോയി വെള്ളത്തിലിട്ടാലേ അങ്ങ് ചെല്ലത്തുള്ളൂ. അല്ലെങ്കിൽ നിരങ്ങിയോ ഉരുണ്ടോ പോകുകയാണെങ്കിലും അങ്ങ് അത്ര പെട്ടെന്ന് ചെല്ലത്തില്ല. അതിനു മുമ്പേ ആവശ്യക്കാരാണല്ലോ അവിടെ ഉള്ളത്. അവർ ചാടി സൗഖ്യം പ്രാപിക്കും. അങ്ങനെ 38 വർഷങ്ങൾക്ക് മുമ്പ് ചിലപ്പോൾ കുടുംബത്തിൽപ്പെട്ടവരോ കൂട്ടുകാരോ അയലോക്കക്കാരോ വീട്ടുകാരോ ആരെങ്കിലും ആയിരിക്കാം കൊണ്ടവിടെ ഇട്ടത്. ആരാ ഇട്ടേ നമുക്കറിയത്തില്ല. പക്ഷേ 38 വർഷമായി താൻ കിടക്കാൻ തുടങ്ങിയിട്ട്. 38 വർഷവുമായി തനിക്ക് മുമ്പേ വന്നവരും തനിക്ക് പിന്നിൽ വന്നവരും സൗഖ്യമായി പോയത് തൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ട് അവിടെ കിടക്കുകയാണ്.
ഓരോ ദിവസവും താൻ മനസ്സ് തകർന്നു പറയും, എന്നെ ഒന്ന് ഇറക്കാൻ ആരുമില്ലല്ലോ, എൻ്റെ കൈക്ക് പിടിക്കാൻ ആരുമില്ലല്ലോ, ഞാൻ തളർന്നു പോയല്ലോ, എനിക്ക് നടക്കാൻ പറ്റുമായിരുന്നെങ്കിൽ, എനിക്ക് നല്ല സ്പീഡിലൊന്ന് നിരങ്ങാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ പോകത്തില്ലായിരുന്നോ, എന്താ എൻ്റെ ജീവിതം ഇങ്ങനെ, എനിക്കാരുമില്ലല്ലോ, എന്നെ പണ്ട് 38 വർഷം മുമ്പ് കൊണ്ട് കിടത്തി ആരും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ, ഒരു വ്യക്തി എന്നെ പൊക്കിയെടുത്ത വെള്ളത്തിൽ ഇട്ടാൽ മതിയായിരുന്നല്ലോ, ആരുമില്ലല്ലോ എന്നെ സഹായിക്കാൻ, ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ലല്ലോ, എന്നെ ചേർത്ത് പിടിക്കാൻ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങിയിട്ട് 38 വർഷമായി. 38 വർഷമായി ഇതേ ചിന്തയിൽ കഴിയുന്ന വ്യക്തിയുടെ അടുക്കൽ വാസ്തവത്തിൽ നസ്രയനായ യേശു അവിടെ ചെല്ലുകയാണ്. ചെന്നിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ആ സമയത്ത് എനിക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടെന്നല്ല ആ മനുഷ്യനോട് പറയുന്നത്, ദൂതൻ കുളം കലക്കുമ്പോൾ എന്നെ എടുത്തിറക്കാൻ ആരുമില്ല എന്നാണ്. വർഷങ്ങളായി ഞാൻ സൗഖ്യങ്ങൾ പലരുടെയും കണ്ടു, പക്ഷെ എൻ്റെ ജീവിതത്തിൽ സൗഖ്യമില്ല. ഇന്ന് രാവിലെ ഞാൻ അങ്ങോട്ട് നിങ്ങളോട് ദൂത് പറയാം, വർഷങ്ങളായി നീ പ്രാർത്ഥിച്ച പലരുടെയും വിടുതൽ നിന്റെ കണ്ണുകൊണ്ട് നീ കണ്ടു. മറ്റുള്ളവരുടെ മക്കൾക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചു, മറ്റുള്ളവരുടെ രോഗങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചു, മറ്റുള്ളവരുടെ കടങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചു, മറ്റുള്ളവർക്ക് ഒരു വീട് കിട്ടാൻ വേണ്ടി നീ പ്രാർത്ഥിച്ചു. പക്ഷെ ഇന്ന് വരെ നിന്റെ കടം മാറിയില്ല, രോഗം മാറിയില്ല, വീട് കിട്ടിയില്ല, നിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടില്ല. അതുമാത്രമല്ല, നീ എവിടെയോ ഒറ്റപ്പെടലുകളും ക്ഷീണങ്ങളും അവഗണനകളും നീ അനുഭവിക്കുക. 4 ആൾ നിൽക്കുന്നിടത്ത് പോയി നിൽക്കുവാൻ നിന്നെ വല്ലാതെ നിന്റെ മനസ്സിനെ ഭാരപ്പെടുത്തി അതിൽ നിന്ന് വലിച്ചു കൊണ്ടു പോവുകയാണ്. ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിനക്കാരുമില്ലെങ്കിൽ വേദപുസ്തകത്തിൽ നിന്ന് ഞാൻ തെളിവ് തരാം, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട്. യേശു ഒരിക്കലും നിങ്ങളെ കൈവിടുക ഇല്ല. ഈ 38 വർഷമായി ഇവിടെ കിടക്കുന്ന വ്യക്തിയെ എടുത്തിറക്കാൻ ആരുമില്ലാതെ കിടക്കുമ്പോഴാണ് യേശു അവിടെ ചെന്ന് അവനോട് മനസ്സലിയുന്നത്. ഇന്ന് രാവിലെ ഞാൻ ആ പദം നിന്ന് പറയട്ടെ, നിങ്ങളോട് മനസ്സലിയുന്നൊരു ദൈവമുണ്ട് കേട്ടോ. നിങ്ങളുടെ വീട്ടിലുള്ളവർ മനസ്സലിഞ്ഞില്ലെങ്കിലും, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരും മുതിർന്ന ഓഫീസറൊന്നും നിങ്ങളോട് മനസ്സലിഞ്ഞില്ലെങ്കിലും, നിങ്ങളുടെ ഭർത്താവ് പോലും നിങ്ങളോട് മനസ്സലിഞ്ഞില്ലെങ്കിലും, നിങ്ങൾ പ്രസവിച്ച നിൻ്റെ കുഞ്ഞു പോലും നിന്നോട് മനസ്സലിഞ്ഞ് ഒരു നേരം നിൻ്റെ അടുക്കൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയോ നിനക്ക് വേണ്ടി കരുതുകയോ ചെയ്യുന്നില്ലെങ്കിൽ ഭാരപ്പെടേണ്ട. നീ ഒറ്റയ്ക്കല്ല, കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. കർത്താവ് നിൻ്റെ കൂടെയുണ്ടെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അതിന് തെളിവ് ഞാൻ നിനക്ക് നൽകിത്തരാം. അതുകൊണ്ട് ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ആരുമില്ലെന്ന് പറയുന്ന പ്രിയപ്പെട്ടവർ ധൈര്യത്തോടെ ഇരിക്കുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒറ്റപ്പെട്ടവരല്ല. നിങ്ങൾ ധൈര്യം ക്ഷയിച്ചു പോകരുത്. നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ മുറുകെ പിടിച്ചോ, ദൈവ പദ്ധതി നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് ഞാൻ വിളിച്ചു പറയാം. അതിന് ബൈബിൾ പറയുന്നത് എബ്രായ ലേഖനം 13-ാം അധ്യായം 5-ാം വാക്യമാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നോക്കുക, കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയില്ല. നമ്മൾ പറയുന്നു നമ്മുടെ സമൂഹത്തിൽ നമുക്കാരുമില്ല എന്ന്, നമ്മുടെ വീട്ടിൽ ആരുമില്ല എന്ന്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നമുക്കാരുമില്ല നമ്മൾ പറഞ്ഞ് വേദനിക്കുക, നമ്മളായിരിക്കുന്ന സൊസൈറ്റിയിൽ നമ്മൾ ഒറ്റപ്പെട്ടു എന്ന് പറഞ്ഞ് നമ്മൾ വേദനിക്കുക. പക്ഷെ വേദപുസ്തകം എബ്രായ ലേഖന കർത്താവ് പറയുക, കർത്താവിനെ കുറിച്ച് പറയുന്നു, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യില്ല, ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. പോരെ പ്രിയരെ, നിങ്ങളെ കൈവിടാതെ നിങ്ങളെ ഉപേക്ഷിക്കാതെ കൈക്ക് പിടിക്കുന്നൊരു ദൈവമുണ്ട്. യേശുവിൻ്റെ ശിഷ്യന്മാർ അക്കരയ്ക്ക് പോകുമ്പോൾ കാറ്റും തിരമാലയും ഒരുമിച്ച് പ്രതികൂലമായ ഒരു സമയം ദൈവം അല്ലെങ്കിൽ യേശു കർത്താവ് പർവ്വതത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. എന്നാൽ കർത്താവിന് മനസ്സിലായി തൻ്റെ കുഞ്ഞുങ്ങൾ ആ വലിയ കാറ്റിനകത്തും പ്രതികൂലത്തിനകത്തും കിടന്ന് വട്ടം കറങ്ങുകയാണ്. പെട്ടെന്ന് എന്താ ചെയ്തത്? കർത്താവ് അവിടുന്ന് ഇറങ്ങി ആ വെള്ളത്തിൻ്റെ മീതെ നടന്നു. ഏത് വെള്ളത്തിൻ്റെ? തങ്ങളുടെ ശിഷ്യന്മാരെ, തൻ്റെ മക്കളെ മുക്കിക്കൊല്ലാൻ നോക്കിയ ആ തിരമാലയുടെ മേളിൽ കൂടെ, ആ വെള്ളത്തിൻ്റെ മേളിൽ കൂടെ നടന്ന് യേശു പത്രോസിൻ്റെയും ശിഷ്യന്മാരുടെയും ശേഷം അപ്പസ്തോലന്മാരുടെ അടുക്കൽ ചെന്നിട്ട് ഞാനാകുന്നു എന്ന് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തി. ആ സമയത്ത് പത്രോസ് വെള്ളത്തിലേക്ക് ചാടിയിറങ്ങി. താൻ വെള്ളത്തിൻ്റെ ആഴം കണ്ടപ്പോൾ താണുപോയി. പക്ഷെ താണുപോയ ആളിനെ കൈവിടാതെ പിടിച്ചതാണ് എൻ്റെ ദൈവം. ഇവിടെ എബ്രായ ലേഖന കർത്താവ് പറയുക, ഞാൻ നിന്നെ കൈവിടുകയില്ല. ആരുമില്ലെന്ന് തോന്നുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, കർത്താവ് നിങ്ങളെ കൈവിടത്തില്ല, യേശു നിങ്ങളെ കൈവിടത്തില്ല. ഇന്നലെ കണ്ടവരും, ഇന്നലെ ഒരുമിച്ചൊരു പായിൽ ഉറങ്ങിയവരും, ഒരുമിച്ചൊരു പ്ലേറ്റിൽ കഴിച്ചവരും, ഒരുമിച്ചൊരു വീട്ടിൽ ജീവിച്ചവർ പോലും നിങ്ങളെ ഇന്ന് കൈവിട്ടു എങ്കിൽ, ആ ഭർത്താവ് നിന്നെ കൈവിട്ടെങ്കിൽ, നീ ഒറ്റയ്ക്കാണെങ്കിൽ, ആ ഫ്ലാറ്റിൽ നീ ഒറ്റയ്ക്കാണെങ്കിൽ, അവൻ ആ കെട്ടും പറക്കി അവനവൻ്റെ വഴിക്ക് പോയെങ്കിൽ, അവളവിടെ വഴിക്ക് പോയെങ്കിൽ, നീ ഒറ്റപ്പെട്ടു പോയെങ്കിൽ,
ഒരു ആമേൻ തലമുറയോ ഒരു നന്മയോ ഒന്നും കാണാൻ കഴിയാതെ എവിടെയൊക്കെയോ നീ ആമേൻ തകർന്നു കിടക്കുകയാണെങ്കിൽ, ഇന്ന് രാവിലെ വിശ്വാസത്തിൻ്റെ വാക്കുകൊണ്ട് ഞാൻ വിളിച്ചു പറയാ, കൈവിടാത്ത ദൈവം നിനക്കുണ്ട്. ആര് മറന്നാലും യേശു നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. സങ്കീർത്തനം 27:10 വായിക്കുന്നത്, അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ലെന്നാ. ആരുമില്ല എന്ന് തോന്നുന്ന പ്രിയപ്പെട്ടോട് ഞാൻ പറയാം, അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. അപ്പന് ഉപേക്ഷിക്കാൻ പറ്റുമോ? ഇച്ചിരി പാടാണ്. അമ്മയ്ക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? ഇച്ചിരി പാടാണ്. പക്ഷേ ആ അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും നോക്കുക, ദൈവം നമ്മളെ ഉപേക്ഷിക്കത്തില്ലെന്ന്. അത് സങ്കീർത്തനം 27:10 വായിക്കണം കേട്ടോ. യെശയ്യാവ് 41:10 വായിക്കുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. നമ്മോട് കൂടെയുള്ള ദൈവം പറയുകയാ ഇന്ന് പകൽ, ഭയപ്പെടേണ്ട. ഇന്ന് നീ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നമായാലും, ഏത് ഒറ്റപ്പെടലുകളായാലും, ഏത് കണ്ണുനീരിൻ്റെ താഴ്വരയായാലും, ഈ ഡെയിലി ബ്ലെസ്സിങ്ങിൽ കൂടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുക. നാളെ എന്ത് സംഭവിക്കും? ഈ ഒറ്റപ്പെടലുകൾ നാളെ എന്നെ ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകുമോ? അല്ലെങ്കിൽ എന്നെ ഒരു ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുമോ? എന്നെ ഒരു കൊടും മാനസിക രോഗിയാക്കുമോ എന്ന ചിന്തയിൽ നിങ്ങളുടെ ഉറക്കം കെട്ടുപോകുന്നെങ്കിൽ, യെശയ്യാവ് 41:10 നിങ്ങൾ എടുത്തു വായിക്കൂ. അവിടെ ദൈവം നിന്നെ നോക്കി പറയുക, അതെ, നിങ്ങളെ തന്നെ നോക്കി പറയുക, ഞാൻ നിന്റെ കൂടെയുണ്ട്. ആര്? യഹോവ നിന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ഒരു വിഷയത്തിൽ നീ എന്ത് ചെയ്യരുത്? ഭയക്കരുത്. മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ കൊണ്ടുവന്ന് ഭയക്കരുത്. എനിക്കിങ്ങനെ ആകുമോ? എൻ്റെ മക്കൾക്ക് ഇങ്ങനെ ആകുമോ? എൻ്റെ വീട്ടിൽ ജനിക്കാൻ പോകുന്ന കൊച്ചിന് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ? ഇങ്ങനെയൊക്കെ ആകുമോ? ഭയക്കരുത്. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ വസ്തുവിനകത്ത്, നിങ്ങളുടെ വീടിനകത്ത്, നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന നിങ്ങളുടെ ഉദരഫലത്തിനകത്ത്, ആ കുഞ്ഞിന്, ആ ജോലിക്ക് ഒരനർത്ഥവും വരത്തില്ല. നിങ്ങൾ ഒറ്റയ്ക്കല്ല പ്രിയരെ. അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും ഞാൻ ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞ ദൈവം നിങ്ങളുടെ കൂടെ ഇല്ലേ? അവിടെ തന്നെ പറയുകയാണ്, ഞാൻ നിന്നെ കൈവിടില്ല, ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ ദൈവമില്ലേ? എന്നിട്ട് പ്രവാചകനായ യെശയ്യാവിൽ കൂടെ ദൈവം പറയുകയാണ്, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ ഉപേക്ഷിക്കയില്ല, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ കൊണ്ട് പറയാ, നമ്മോട് കൂടെ ഇരിക്കുന്നൊരു ദൈവം, നമ്മോട് കൂടെ നടക്കുന്നൊരു ദൈവം. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവൻ എടുത്തുകൊണ്ടുപോയെങ്കിൽ, ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവി പറയാം, ദൈവത്തോട് കൂടെ നടക്ക്. ദൈവത്തിൻ്റെ പ്രവൃത്തി തക്ക സമയത്ത് നീ കാണും. നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്തെ അവസ്ഥകളും നിന്റെ ഒറ്റപ്പെടലുകളും ആ ഡിപ്രഷനകത്തും നിങ്ങൾ പുറത്തു വരും. നിങ്ങളെ മാനസികമായി ശാരീരികമായി ചില തകർച്ചകൾ കൊണ്ടിട്ട് നിങ്ങളെ ഒതുക്കിക്കളയാൻ പിശാച് വെല്ലുവിളിച്ച പൈശാചിക മണ്ഡലം നിന്റെ കാതി വന്ന് പറയും, നീ ഒറ്റയ്ക്ക കുഞ്ഞേ, നീ തകർന്നു കുഞ്ഞേ, ഇനി നിനക്ക് നുവരാൻ കഴിയത്തില്ല, ഇനി നിനക്ക് മുന്നേറാൻ കഴിയത്തില്ല, നീ ഇവിടം കൊണ്ട് തീർന്നു കുഞ്ഞേ എന്ന് പിശാച് നിന്റെ കാതി പറയുമ്പോൾ, ഈ 3 വാക്യങ്ങൾ പിശാചിനെ നോക്കി പറയണം. ഒന്ന്, അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്തൊരു ദൈവം എനിക്കുണ്ടെന്നും, ഞാൻ ഭയപ്പെടേണ്ട, ഞാൻ കൂടെ ഉണ്ടെന്നും പറഞ്ഞൊരു ദൈവവും, അതുപോലെ എന്നെ കൈപിടിക്കും, എന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞൊരു ദൈവം ഉണ്ടെന്നും നീ നിന്റെ പ്രതിയോഗിയായ പിശാചിനോട് നോക്കി പറയണം. എന്നിട്ട് നീ ഉറപ്പും ഉള്ളവനായി ധൈര്യമായിട്ടിരിക്കുക. നീ ആത്മഹത്യ ചെയ്യരുത്, ജീവിതം മതി എന്ന് വെക്കരുത്. സൂയിസൈഡ് നിന്റെ ജീവിതത്തിൽ കൊണ്ടൊരു പിശാചാണ്. പിശാചിനോട് വിട പറഞ്ഞിട്ട് ദൈവസന്നിധി മുട്ടുമടക്ക്, യേശുവേ എന്ന് വിളിക്ക്. നീ ആരുമില്ലാത്തവനല്ല, ദൈവം നിന്റെ കൂടെയുണ്ട്. നിന്ദിച്ചവരുടെ മുമ്പിൽ, പരിഹസിച്ചവരുടെ മുമ്പിൽ, മാറ്റി നിർത്തിയവരുടെ മുമ്പിൽ, അവഗണിച്ചവരുടെ മുമ്പിൽ നിന്നെ മാനിക്കുവാൻ, നിന്റെ പേര് വലുതാക്കുവാൻ, നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുവാൻ എൻ്റെ കർത്താവ് മതിയായവനാ. വിശ്വസിക്കുന്നെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്യുകയും അപ്പോൾ തന്നെ ആമേൻ ഈ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറഞ്ഞ ഈ ദൂത് ഇന്ന് രാവിലെ നിങ്ങൾ ഏറ്റെടുക്കുക. നിങ്ങൾ ഒറ്റപ്പെട്ടവരല്ല, നിങ്ങൾ തള്ളപ്പെട്ടവരല്ല, നിങ്ങളെ സ്നേഹിക്കാനും മാനിക്കാനും ആരുമില്ല എന്നൊരു തോന്നൽ ഇപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നെങ്കിൽ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരവസ്ഥയാണ് നിങ്ങൾക്കുണ്ടാകുന്നതെങ്കിൽ, അതിനകത്തു നിന്നും കർത്താവ് നിങ്ങളോട് പറയുകയാ, ഞാൻ നിങ്ങളെ കൈവിടില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല, ഞാൻ നിങ്ങളെ അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കില്ല, ഞാൻ എൻ്റെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ധൈര്യമായിട്ടിരിക്കൂ. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ മക്കൾ ഇന്ന് പകൽ കടന്നു പോകുന്ന ഈ സാഹചര്യങ്ങൾക്കായി സ്തോത്രം. പൂർണ്ണമായൊരു വിടുതൽ കർത്താവ് കൊടുക്കണേ. ദൈവിക പദ്ധതി വെളിപ്പെടുത്തണമേ. ഒരത്ഭുതം കർത്താവ് ചെയ്യണമേ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ആരുമില്ലാത്തവരെന്ന നിലയിൽ, ഒറ്റപ്പെട്ടു പോയോ എന്ന നിലയിൽ, ആ 38 വർഷമായി കർത്താവെ കുളക്കരയിൽ കിടന്ന ആ വ്യക്തി പറഞ്ഞതുപോലെ എനിക്കാരുമില്ല എന്ന ചിന്തയിൽ കഴിയുന്ന 100 കണക്കിന് ആളുകൾ, അവർക്ക് യേശു ഉണ്ടെന്ന്
പറഞ്ഞു കൊടുക്കാൻ ദൈവം തന്ന വചനത്തിനായി സ്തോത്രം കർത്താവേ. ഈ വചനം അനേകരെ ഉറപ്പിക്കണമേ, അനേകരെ ബലപ്പെടുത്തണമേ, അനേകരെ ജീവിതത്തിലേക്ക് മടക്കി വരുത്തണമേ കർത്താവേ. അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.